ഹൈ ഫ്രണ്ട്സ്, നമ്മുടെ കഴിഞ്ഞ തവണത്തെ വീഡിയോയിൽ കറണ്ട് ബില്ല് കൂടാനുള്ള കാരണമായ എർത്ത് ലീക്കേജിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഒരു മെയിൻ സ്വിച്ചിൻ്റെ റാഡ് കത്തിക്കൊണ്ട് എങ്ങനെ എർത്ത് ലീക്കേജ് സംഭവിക്കുമെന്നും അതുമൂലം എങ്ങനെ കറണ്ട് ബില്ല് കൂടുമെന്നുമാണ് കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കിയത്. അതിൻ്റെ ബാക്കി ഭാഗമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ സാധാരണ മൊബൈൽ അതുപോലെ മറ്റുള്ള കാരണങ്ങളൊക്കെ കുത്തിവെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സോക്കറ്റ്, പ്ലഗ് എന്ന് പറയുന്ന ഈ കാണുന്ന പ്ലഗ്, ഇതിൻ്റെ പുറകുവശം അകത്ത് പൊട്ടൽ സംഭവിച്ചതിന് ശേഷം നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഫേസ് ലൈൻ്റെ പിന്നും അതുപോലെ തന്നെ എർത്ത് പിന്നും തമ്മിൽ ഷോർട്ടാവുകയും അതുമൂലം ലീക്കേജ് സംഭവിക്കുകയും എർത്ത് ലീക്കേജ് മൂലം മീറ്റർ റീഡിങ് നടക്കുകയും ചെയ്യും. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ എർത്ത് ലീക്കേജ് ഉണ്ടാകുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ ഫാന് സാധാരണ ടെറസിൻ്റെ വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെറസിൽ കൊടുത്ത ആ ഉക്കിലേക്ക് ഫാനിന് ഫാൾട്ട് വന്നു കഴിഞ്ഞാൽ, ഫാനിൻ്റെ കോയിൽ ഓപ്പൺ ആയി കഴിഞ്ഞാലൊക്കെ ഫാനിൻ്റെ ബോഡിയിലേക്ക് കറണ്ട് വീഴുകയും അങ്ങനെ ആ ഉക്കിലൂടെ നമ്മുടെ വീടിൻ്റെ ടെറസിൽ ഉപയോഗിച്ച മൊത്തം കമ്പികളിലേക്ക് ലീക്കേജ് സംഭവിക്കുകയും വൈദ്യുതി പ്രവഹിക്കുകയും ചെയ്യും. അതുമൂലം നമ്മുടെ വൈദ്യുതി മീറ്റർ റീഡിങ് കൂടുകയും നമുക്ക് കറണ്ട് ബില്ല് അധികരിച്ചു വരാനും സാധ്യതയുണ്ട്. ഇതെല്ലാം മിക്കവാറും സംഭവിക്കാറുള്ളത് ELCB, RCCB പോലത്തെ എർത്ത് ലീക്കേജ് പ്രൊട്ടക്റ്റ് സർക്യൂട്ടുകൾ വെക്കാത്ത സ്ഥലങ്ങളിലാണ്. ELCB ഒക്കെ വെക്കുകയെന്നുണ്ടെങ്കിൽ ഈ ഫാന് ഇങ്ങനെ ലീക്കേജ് ഉണ്ടായി കഴിഞ്ഞാൽ നല്ലൊരു ELCB ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഓഫ് ആവുന്നതുമാണ്. അതുപോലെ തന്നെ ഫാനിന് നമ്മൾ സ്പീഡ് കുറക്കുവാനും കൂട്ടുവാനും പഴയ മോഡൽ ഓപ്പൺ റെഗുലേറ്റർ വെക്കുകയാണെന്നുണ്ടെങ്കിലും അതിന് വൈദ്യുതി കൂടുതൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിക്സിൻ്റെ ഇതുപോലെയുള്ള റെഗുലേറ്ററുകൾ വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് വൈദ്യുതി വളരെ അതിനെല്ലാം ലാഭിക്കാവുന്നതുമാണ്. വൈദ്യുതി ചിലവാകുന്നതിൽ ഏറ്റവും കൂടുതൽ ഓരോ വീട്ടിലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫാനിൻ്റെ ഉപയോഗം കുറക്കുക എന്നത് തന്നെയാണ്. കാരണം 60 വാട്ട്സോളം ഒരു ഫാനിന് വൈദ്യുതി ചിലവാകും സാധാരണയായി. അപ്പോൾ ഈ 60 വാട്ട്സ് വൈദ്യുതി എന്ന് പറയുന്നത് നമ്മുടെ 9 വാട്ട്സിൻ്റെ ഒരു LED ബൾബ് ഉണ്ടെങ്കിൽ 6 ബൾബോളം കത്തിക്കാനുള്ള വൈദ്യുതി ഈ ഒറ്റ ഫാൻ വർക്ക് ചെയ്യുന്നതോടുകൂടെ ചിലവാകുകയാണ്. അതുമൂലം വൈദ്യുതി ബില്ല് നമുക്ക് തീർച്ചയായും കൂടും എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലുള്ള ഫ്രിഡ്ജ്, ഇതിലും നമുക്ക് വൈദ്യുതി നിയന്ത്രിച്ചാൽ ലാഭിക്കാവുന്നതാണ്. നമ്മൾ പീക്ക് സമയങ്ങളിൽ വൈകുന്നേരം ഒരു 5 മണി മുതൽ ഒരു 9-10 മണി വരെ നമ്മൾ ഫ്രിഡ്ജ് ഓഫാക്കി ഇടുക എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് വൈദ്യുതി കൂടുതൽ വലിക്കുന്നതിന് കുറക്കാൻ സാധിക്കുന്നതുമാണ്. അതുപോലെ ഫ്രിഡ്ജ് വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒരു വർഷത്തിന് ഇത്ര യൂണിറ്റ് വരും എന്ന് ഫ്രിഡ്ജിൽ തന്നെ എഴുതിയിരിക്കും. ഇതുപോലെ ഇത് 186 യൂണിറ്റാണ് ഇതിന് ഒരു വർഷം ചിലവാകുന്ന വൈദ്യുതി. അപ്പോൾ അത് കുറവ് നോക്കിയിട്ട് വേണം നമ്മൾ ഫ്രിഡ്ജ് വാങ്ങുന്ന സമയത്ത്. അതുപോലെ തന്നെ നമ്മൾ ഇസ്തിരി ഇടുന്ന സമയത്ത് എല്ലാ ദിവസവും ഇസ്തിരി ഇടാതെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം മൊത്തം ഇസ്തിരി ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് വൈദ്യുതി വളരെ ലാഭിക്കാൻ കഴിയും. കാരണം ഓരോ തവണ നമ്മൾ ഇസ്തിരിപ്പെട്ടി ഓൺ ചെയ്യുന്ന സമയത്തും വൈദ്യുതി ആംപിയർ കൂടുതൽ വലിച്ചുകൊണ്ടിരിക്കും. അതിനാൽ നമ്മൾ ഒരാഴ്ചയിലൊക്കെ ഒരു ദിവസം എല്ലാം ഇസ്തിരി ഒരു തവണയായിട്ട് തന്നെ ഇട്ട് വെക്കുക. അതുപോലെ തന്നെ മിക്സി വർക്ക് ചെയ്യുന്ന സമയത്ത് ലോഡ് കൂടുതൽ കൊടുക്കാതെ ശ്രദ്ധിക്കുക. നമ്മൾ ജാറിൽ ലോഡ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ മിക്സി കൂടുതൽ ആംപിയർ വലിക്കും. അതുപോലെ തന്നെ മിക്സിയുടെ ഈ ആർമേച്ചർ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ടൈറ്റായി നിൽക്കുകയാണെങ്കിൽ അതിനെല്ലാം കൂടുതൽ ആംപിയർ വലിക്കുകയും വൈദ്യുതി കൂടുതൽ ചിലവാകുകയും ചെയ്യും. അതുപോലെ നമ്മുടെ വീടുകളിലെ ലൈറ്റ് ആവശ്യങ്ങൾക്കായി പഴയ മോഡൽ ഹലോജൻ ബൾബ് അതുപോലെ CFL ബൾബ് ഒന്നും ഉപയോഗിക്കാതെ ആധുനിക മോഡൽ LED ബൾബ് ഉപയോഗിക്കാൻ നോക്കുക. കാരണം അതിലെല്ലാം വാട്ട്സ് വളരെ കുറഞ്ഞ വിലക്ക് ഇന്ന് LED ബൾബുകൾ ലഭിക്കുന്നതാണ്. അതിൽ തന്നെ വൈദ്യുതി ഒരുപാട് നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കുന്നതാണ്. പഴയ മോഡൽ ട്യൂബ് 40 വാട്ട്സ് വരുമ്പോൾ LED ബൾബ് ഒരു 9 വാട്ട്സ് മാത്രമാണ് അതേ ലൈറ്റ് നമുക്ക് ലഭിക്കാൻ ഉപകരിക്കുന്നത്. ഇതുപോലെ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മാത്രം നമ്മുടെ വൈദ്യുതി ബില്ലിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതാണ്.